നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കേരളത്തിന്റെ അഭിമാനമായ ചരിത്രവും ഐതിഹ്യങ്ങളും ഇഴചേർന്ന തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചാണ്. ഈ ക്ഷേത്രത്തിലെ നിഗൂഢതകൾ നിറഞ്ഞ ബി നിലവറ വീണ്ടും ചർച്ചാ വിഷയമായിരിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കും, ഈ നിലവറ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി നടക്കുന്ന തർക്കങ്ങളും വിവാദങ്ങളും. എന്താണ് ഈ ബി നിലവറ? എന്തുകൊണ്ടാണ് ഇത് ഇത്രയധികം പ്രാധാന്യം അർഹിക്കുന്നത്? എന്താണ് ഇപ്പോൾ നടന്നിരിക്കുന്ന പുതിയ സംഭവ വികാസങ്ങൾ? നമുക്ക് വിശദമായി പരിശോധിക്കാം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ കുലദൈവമാണ്. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ മഹാവിഷ്ണു അനന്തശയൻ രൂപത്തിലാണ് ഇവിടെ കുടികൊള്ളുന്നത്. ഈ ക്ഷേത്രം അതിന്റെ വാസ്തുവിദ്യ കൊണ്ടും ചരിത്രപരമായ പ്രാധാന്യം കൊണ്ടും അതുപോലെ തന്നെ അതിലെ നിലവറകളിൽ ഒളിഞ്ഞിരിക്കുന്ന നിധിശേഖരം കൊണ്ടും ഒക്കെ ലോക പ്രശസ്തമാണ്. ക്ഷേത്രത്തിന് 6 നിലവറകളാണുള്ളത്. ഇവ ABCDEF എന്നിങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഇവയിൽ CDEF എന്നീ നിലവറകൾ പതിവായി തുറക്കാറുള്ളതാണ്. പൂജകൾക്കും മറ്റാവശ്യങ്ങൾക്കുമായി ഈ നിലവറകൾ തുറക്കുകയും അടയ്ക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. എന്നാൽ A, B എന്നീ നിലവറകൾ നൂറ്റാണ്ടുകളായി അടഞ്ഞു കിടക്കുകയാണ്. 2011 ക്ഷേത്രത്തിലെ നിലവറകൾ തുറന്ന് പരിശോധിക്കാൻ സുപ്രീം കോടതി ഒരു 7 അംഗ സമിതിയെ നിയോഗിച്ചിരുന്നു. ഈ സമിതി നിലവറ തുറന്നപ്പോൾ ലോകം തന്നെ അത്ഭുതപ്പെട്ടുപോയി. കോടിക്കണക്കിന് രൂപയുടെ സ്വർണവും രത്നങ്ങളും പുരാവസ്തുക്കളും അവിടെ നിന്നും കണ്ടെത്തി. ഏകദേശം 1 ലക്ഷം കോടിയിലധികം രൂപയുടെ നിധിശേഖരം ഇവിടെ കണ്ടെത്താൻ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം ലോകമെമ്പാടും അങ്ങനെ വർദ്ധിച്ചു. എന്നാൽ അപ്പോഴും ബി നിലവറ മാത്രം തുറന്നില്ല. ബി നിലവറ തുറക്കുന്നതിനെതിരെ ക്ഷേത്രം തന്ത്രിമാർ, രാജകുടുംബം, വിശ്വാസികൾ എന്നിവർ ശക്തമായ എതിർപ്പുമായി രംഗത്തെത്തി. നിലവറ തുറന്നാൽ അത് വലിയ ദുരന്തങ്ങൾക്കും പ്രകൃതി ദുരന്തങ്ങൾക്കും കാരണമാകുമെന്നാണ് ഇവരുടെ വാദം. ഈ നിലവറയുടെ വാതിലിൽ നാഗബന്ധനം പോലെയുള്ള ചില അടയാളങ്ങൾ കാണാമെന്നും അത് തുറക്കുന്നത് ശാസ്ത്രീയമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും അവർ വിശ്വസിക്കുന്നു. ഈ എതിർപ്പുകളൊക്കെ കാരണം സുപ്രീം കോടതിക്ക് പോലും ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ സുപ്രീം കോടതി ക്ഷേത്രഭരണ സമിതിക്ക് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം നൽകി. അടുത്തിടെ ക്ഷേത്രഭരണ സമിതിയും ഉപദേശക സമിതിയും ചേർന്ന യോഗത്തിൽ ബി നിലവറ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് വീണ്ടും ചർച്ചകൾ ആരംഭിച്ചു. സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയാണ് ഈ വിഷയം ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. ബി നിലവറ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ക്ഷേത്രം തന്ത്രിമാരുടെ അഭിപ്രായം തേടാൻ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. തന്ത്രിമാരുടെ അഭിപ്രായം ലഭിച്ച ശേഷം ഭരണസമിതി ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. വർഷങ്ങളായി തുടരുന്ന ഈ തർക്കങ്ങൾക്ക് ഒരു പരിഹാരമാകുമോ ഈ നീക്കം? ബി നിലവറയിൽ എന്തായിരിക്കും ഒളിഞ്ഞിരിക്കുന്നത്? ഒരു നിധിശേഖരമോ അതോ അതീന്ദ്രിയ ശക്തികളോ? കാത്തിരുന്ന് കാണാം. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ നിലവറ തുറക്കുന്നതുമായി നിങ്ങൾ യോജിക്കുന്നുണ്ടോ? കൂടാതെ ഞങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി.